ഹോസ്റ്റിംഗർ വേഴ്സൽ ഫയർബേസ് കൺസോൾ ഇതുപോലൊരു കൺസോൾ നമുക്കും ഡെവലപ്പ് ചെയ്താലോ? വെൽക്കം ടു എപ്പിസോഡ് 5 ഓഫ് ബിൽഡിംഗ് എ പ്ലാറ്റ്ഫോം. കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇനിയാണ് നമ്മുടെ മെയിൻ ഫീച്ചർ ആയിട്ടുള്ള കൺസോൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ളത്. സോ ഈ ഒരു കൺസോളിൽ നമ്മൾ ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് വെബ് ഹോസ്റ്റിംഗ് ആണ്. എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫയർബേസ് അതുപോലെ തന്നെ ഹോസ്റ്റിംഗർ വേഴ്സൽ ഇതിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു വെബ് ഹോസ്റ്റിംഗ് സർവീസ് ആണ് നമ്മൾ ആദ്യം നമ്മുടെ കൺസോളിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെബ് ഹോസ്റ്റിംഗ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൺസോളിൻ്റെ ബേസിക് UI ഡിസൈൻ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. അങ്ങനെ പല പ്ലാറ്റ്ഫോമിൻ്റെയും ഇൻസ്പിറേഷൻ എടുത്തുകൊണ്ടാണ് നമ്മളെ ഡിസൈൻ ഇവിടെ സെറ്റ് ആക്കുന്നത്. മാത്രമല്ല എൻ്റെ മെയിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ വെച്ചിട്ടും ഒരാൾക്ക് അവരുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഹോസ്റ്റ് ചെയ്യാനും പറ്റിയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺസോളിൻ്റെ ഡിസൈൻ മൊബൈൽ ഫ്രണ്ട്ലി ആയിരിക്കണം. അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ നമ്മളോട് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ജേസിലാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് വ്യൂ വരുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ മെനു വരുന്നുണ്ട്. നമ്മുടെ വെബ് ഹോസ്റ്റിങ്ങിൻ്റെ ഫീച്ചർ ഞാനവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഒരു ഇൻട്രോ പേജ് കൂടി ഞാനിവിടെ സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫയർ ബേസിനൊക്കെ ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു മോഡൽ ഡിസൈൻ പിടിച്ചിട്ടുള്ളത്. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ആഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ ഇതൊന്നും വർക്കിംഗ് അല്ല, എന്നാലും ഒരുവിധം ഫീച്ചറൊക്കെ വർക്കിംഗ് ആക്കിയിട്ടുണ്ട്. പിന്നെ തീം ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഡാർക്ക് തീം അതുപോലെ തന്നെ ലൈറ്റ് തീം അവൈലബിൾ ആണ്. പിന്നെ നമ്മളെ ടാബ്ലറ്റ് മോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെനു ഉണ്ടല്ലോ അതിൻ്റെ ടെക്സ്റ്റ് എടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഐക്കൺസ് ഓൺലി. പിന്നെ മൊബൈൽ മോഡിൽ ഞാൻ ആ ഒരു മെനുവിനെ ഡ്രോയർ ആക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള പോർഷൻസ് എല്ലാം മൊബൈൽ മോഡിൽ കറക്റ്റ് കാണുന്ന രീതിക്ക് തന്നെ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കൺസോളിൻ്റെ ബേസിക് UI ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു മെയിൻ ഫീച്ചറിൻ്റെ ബാക്ക് എൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതെന്തായാലും നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ജസ്റ്റ് ഡു ഫോളോ മീ.